ക്രിസ്ത്യാനികളെപ്പോലെ തന്നെ ജൂതരും പണ്ടേ കേരളീയ സമുദായത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അവർ മതപീഡനത്തിൽ നിന്നും രക്ഷപ്പെടാൻ AD 68 കേരളത്തിൽ എത്തിച്ചേർന്നതെന്നാണ് പരമ്പരാഗത വിശ്വാസം. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ഏകദേശം 10,000 ജൂതമത വിശ്വാസികൾ കേരളത്തിൽ വന്നതായും കൊടുങ്ങല്ലൂർ, പാലയൂർ, മാള, പുല്ലൂറ്റ് എന്നിവിടങ്ങളിൽ താമസം ഉറപ്പിച്ചതായും പറയപ്പെടുന്നു. ജൂതന്മാർ സ്വന്തം നാട്ടിൽ മതപീഡനത്തെ നേരിടേണ്ടി വന്നപ്പോൾ രക്ഷാകേന്ദ്രം തേടി കേരളത്തിലേക്ക് പുറപ്പെട്ടു എന്ന് കരുതുന്നതിൽ അനുഭവത്തിയില്ല. അവർ AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ മുസിരിസിൽ അഥവാ കൊടുങ്ങല്ലൂരിൽ വന്ന് ആദ്യ താവളം ഉറപ്പിച്ചിരുന്നു. തുടർന്നുള്ള ശതകങ്ങളിൽ ക്രിസ്തുമതത്തിൻ്റെ പ്രചാരണത്തോടെ ജന്മഭൂമിയിൽ കൂടുതൽ മതമർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ കൂടുതൽ ജൂതന്മാർ സംഘമായി കേരളത്തിലേക്ക് പോന്നിരിക്കാൻ ഇടയുണ്ട്. നേരത്തെ പറഞ്ഞ ജൂത കേന്ദ്രങ്ങൾക്ക് പുറമെ കൊല്ലം, മാടായി, പന്തലായനി, ചാവക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലും ജൂതന്മാർ വസിച്ചിരുന്നതായി വിദേശ സഞ്ചാരികളുടെ വിവരണത്തിൽ നിന്നും മനസ്സിലാക്കാം. കേരളത്തിലെ ജൂതന്മാർ വമ്പിച്ച സാമ്പത്തികാഭിവൃദ്ധി നേടുകയും രാജാക്കന്മാരിൽ നിന്നും വിലപ്പെട്ട വിശേഷാധികാരങ്ങൾ സമ്പാദിക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാരുടെ ആഗമനം വരെ ജൂതന്മാർക്ക് സമുദായത്തിൽ ബഹുമാന്യ സ്ഥാനമുണ്ടായിരുന്നു. പോർച്ചുഗീസുകാരാകട്ടെ അവരെ പീഡിപ്പിക്കുകയും 1565 കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് മാറി താമസിപ്പിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. ഈ കുടിമാറ്റത്തിന് ഇടയ്ക്ക് 1567 നിർമ്മിച്ചതാണ് മട്ടാഞ്ചേരിയിലെ വെള്ള ജൂതന്മാരുടെ പള്ളി. 1948 മെയ്യിൽ ഇസ്രായേൽ യഹൂദരാഷ്ട്രമായി തീർന്നതിനു ശേഷം കേരളത്തിലെ ജൂതന്മാർ ക്രമേണ